ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 838 ദിവസം. ഇന്ന് നോമ്പിലെ 6ാമത്തെ ഞായറാഴ്ച, സമയോ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള യോഹന്നാൻ 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. ജന്മന കുരുടനായ മനുഷ്യനെ യേശു തമ്പുരാൻ സൗഖ്യമാക്കുന്നതാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ. പിറവിയിലെ കുരുടനായിരുന്നവനെ യേശു തമ്പുരാൻ കണ്ടിട്ട്, ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണുകളിൽ പൂശി. എന്നിട്ട് നീ ചെന്ന് ശീലോഹോം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ശീലോഹോം എന്നാൽ അയക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചവനായി അവൻ തിരിച്ചു വന്നു. യേശു പാപിയാണെന്ന് ആ കുരുടനായിരുന്ന മനുഷ്യനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ചയുണ്ട്. എനിക്ക് ആ കാഴ്ച നൽകിയത്, എൻ്റെ കണ്ണിന് വെളിച്ചം നൽകിയത് യേശുവാണ്. അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ തിരിച്ചറിയുവാനോ സ്വീകരിക്കുവാനോ പരീശന്മാർക്ക് സാധിക്കുന്നില്ല. വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആത്മീയമായ ഉണർവ് പ്രാപിച്ച എല്ലാ ആളുകളും പറയും, എൻ്റെ ജീവിതത്തിലെ പാപാന്ധകാരത്തെ തുടച്ചു നീക്കിയത് യേശു തമ്പുരാനാണ് എന്ന്. പ്രിയമുള്ളവരെ, യേശുവാകുന്ന വെളിച്ചത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ ശിഷ്യന്മാർ ചോദിച്ചതുപോലെ ചില ചോദ്യങ്ങളൊക്കെ നമ്മളും ചോദിച്ചേനെ. ശിഷ്യന്മാർ അന്ധനായി ജനിച്ചവനെ ഒരു സഹമനുഷ്യനായി കണ്ടില്ല. പകരം അവർ അവനെ നോക്കി ദൈവശാസ്ത്രപരമായ ഒരു പ്രശ്നം കണ്ടുപിടിച്ചു. ഇവൻ അന്ധനായി പിറക്കുവാൻ തക്കവണ്ണം പാപം ചെയ്തത് ആരാണ്? ഇവനോ ഇവന്റെ മാതാപിതാക്കളോ? പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മളിൽ വരട്ടെ. നമ്മുടെ സഹോദരീ സഹോദരന്മാരെ സഹമനുഷ്യരായും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സഹ അംഗങ്ങളായും കാണുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ. ഈ വലിയ നോമ്പിൽ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സഹ അംഗങ്ങളായി മറ്റുള്ളവരെ കരുതിക്കൊണ്ട് ജീവിക്കുവാൻ, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.